എന്റെ മോൻ വീട് വിട്ടിറങ്ങിയാൽ ഇടയ്ക്കിടയ്ക്ക് അവന്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്യും. മമ്മി കഴിച്ചില്ലേ? ഡാഡി എന്തേ? ഡാഡി പുറത്തു പോയാൽ ഒറ്റയ്ക്ക് ഇരിക്കില്ലേ? അപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഇരിക്കണേ മമ്മി. ഇനി അങ്ങനെ പറയാനും ചോദിക്കാനും ഇന്ന് എന്റെ മകനില്ല എന്ന ആ വിഷമത്തിലുള്ള മാതാപിതാക്കൾ. കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയ തുറന്ന് നമ്മൾ കാണുന്നത് ഒരേ വാർത്ത, ഒരേ വീഡിയോ ക്ലിപ്പുകൾ, ഒരേ ചർച്ചകൾ. ഒരു മനുഷ്യന്റെ മരണം നമ്മൾക്കിടയിൽ വൈറൽ കണ്ടന്റായി മാറിയിരിക്കുന്നു. ഇവിടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വന്നതല്ല, പക്ഷേ നമ്മൾ ഒന്ന് നിൽക്കണം, ഒന്ന് ചിന്തിക്കണം. ദീപക് എന്ന യുവാവിന്റെ മരണം ഇന്ന് പലർക്കും ഒരു സ്റ്റാറ്റസ്, ഒരു റീൽ, ഒരു ഡിബേറ്റ് ടോപ്പിക് മാത്രമായി. ഷെയർ ചെയ്യണമോ വേണ്ടയോ, കണ്ടന്റ് ഇടണമോ വേണ്ടയോ, ആർക്കാണ് ഫാൾട്ട്? ഇതിലൊക്കെ ഒരു കാര്യമാണ് നമ്മൾ മറക്കുന്നത്. മരിച്ചത് ഒരു മനുഷ്യൻ ആണ്. അവനൊരു കുടുംബമുണ്ട്. അവന്റെ അമ്മയ്ക്കും അച്ഛനും ഇതൊരു വാർത്തയല്ല, ഇത് അവരുടെ ജീവിതമാണ്. ഒരു മനുഷ്യൻ ഇത്രയും വലിയ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവൻ എത്ര വട്ടം അകത്തും കൂടി ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകും. നമ്മൾ കാണുന്നത് അവസാന നിമിഷം അദ്ദേഹം മരിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ മരണ വാർത്തയാണ്. പക്ഷെ അതിനു മുമ്പുണ്ടായിരുന്ന നിശബ്ദതകൾ, ആ പൊട്ടിക്കരച്ചിലുകൾ, വേദനകൾ, അത് ആരും ശ്രദ്ധിച്ചില്ല. ചിരിക്ക് പിന്നിലെ വേദന, അയാം ഓക്കെ എന്ന വാക്കിലെ തളർച്ച, സഹായം ചോദിക്കാൻ പേടിച്ചരണ്ട ആ മനസ്സ്. ഈ വീഡിയോ ദീപകിനെ കുറിച്ചല്ല, നമ്മൾ ഓരോരുത്തരെയും കുറിച്ചാണ്. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത് ഒരാളെ വീണ്ടും മുറിപ്പെടുത്തുമോ? ഇത് ഒരു കുടുംബം തകർക്കുമോ? അല്ലെങ്കിൽ ഒരാളെ രക്ഷിക്കാനുള്ള ഒരു വാക്കായി മാറുമോ? എമ്പതി അല്ല വൈറലാകേണ്ടത്, മനുഷ്യത്വമാണ് ട്രെൻഡ് ആക്കേണ്ടത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരാളെങ്കിലും മനസ്സിൽ ഭാരമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. സംസാരിക്കാൻ ഒരാൾ ഉണ്ടാകും. സഹായം ചോദിക്കുന്നത് ഒരിക്കലും ഒരു ദൗർബല്യം അല്ലേ അല്ല. ഈ വീഡിയോ ഒരു ഡിബേറ്റ് തുടങ്ങാനുള്ളതല്ല, ഒരു ചിന്ത തുടങ്ങാനാണ്. ഒരു മനുഷ്യന്റെ മരണത്തെ കണ്ടന്റാക്കി മാറ്റുന്ന നമ്മുടെ സംസ്കാരത്തെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ശ്രമം. ഒരിക്കലും ഒരു മനുഷ്യന്റെ മരണം ഒരു വാർത്തയല്ല, ഒരു ട്രെൻഡ് അല്ല, ഒരു റിയൽ മെറ്റീരിയൽ അല്ല. അതൊരു വീട്ടിലെ വെളിച്ചം അണയുന്നതാണ്. നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നിൽക്കാം, ഒന്ന് ചിന്തിക്കാം, ഒന്ന് മനുഷ്യരാകാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ല, ആർക്കെങ്കിലും മനസ്സിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോരാടരുത്. സംസാരിക്കൂ, സഹായം ചോദിക്കൂ. നിങ്ങൾ വിലപ്പെട്ടവരാണ്. ഇതാണ് ജീവിതയാത്ര. ജീവിതത്തെ കൂടുതൽ മനസ്സോടെ കാണുവാനുള്ള ഒരു ചെറിയ ശ്രമം. We all be happy.